കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ അകത്തളം പുലർച്ചെ 4 മണിയായിട്ടും ജനങ്ങളെ കൊണ്ട് അത്രമേൽ സജീവമായിരുന്നു. വിദേശങ്ങളിലേക്ക് പറക്കാൻ നിൽക്കുന്ന വലിയ പ്രവാസി കൂട്ടങ്ങളും അവരെ യാത്രയാക്കാൻ വന്ന കുടുംബങ്ങളും പല പല നിറത്തിലുള്ള വലിയ ബാഗുകളും ട്രോളികളും എയർ കണ്ടീഷണറിന്റെ നേർത്ത തണുപ്പും കോഫി ഷോപ്പുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ഫ്രഷ് കാപ്പിയുടെ സുഗന്ധവും ആ വലിയ ഹാളിനെ ഒരു പ്രത്യേക അന്തരീക്ഷമാക്കി മാറ്റിയിരുന്നു. ആയുഷ് തന്റെ വലിയ കറുത്ത ട്രോളി ബാഗ് ഒരു കൈകൊണ്ട് തള്ളി മുന്നോട്ട് നടന്നു. അവന്റെ നോട്ടം നേരെ ഇമിഗ്രേഷൻ കൗണ്ടറുകളിലേക്കായിരുന്നു. തൊട്ടടുത്ത് പച്ചയും കറുപ്പും കലർന്ന ഒരു ലളിതമായ ചുരിദാർ ധരിച്ച് അല്ലി നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെറിയ ബാഗിന്റെ ചക്രങ്ങൾ തറയിൽ ഉരുളുന്ന ശബ്ദം ആ വലിയ തിരക്കിനിടയിലും അവൾക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. അവളുടെ മനസ്സ് അപ്പോഴും കൊച്ചിയിലെ പ്രമുഖ ആശുപത്രിയിലെ എമർജൻസി വാർഡിലായിരുന്നു. ട്രിപ്പിട്ട കൈകളുമായി ഉറങ്ങുന്ന അനിയത്തി ആനിയുടെ മുഖം മാത്രമായിരുന്നു അവളുടെ ചിന്തകളിൽ. അല്ലി, പാസ്പോർട്ടും ബോർഡിംഗ് പാസും കയ്യിൽ തന്നെ കരുതുക. ഇമിഗ്രേഷൻ കൗണ്ടറാണ് മുന്നിൽ. ആയുഷിന്റെ പെട്ടെന്നുള്ള ശബ്ദം കേട്ടാണ് അല്ലി ചിന്തകളിൽ നിന്നും ഉണർന്നത്. അവൾ പതുക്കെ തലയാട്ടി തന്റെ ഹാൻഡ് ബാഗിൽ നിന്നും പാസ്പോർട്ട് പുറത്തെടുത്തു. അവളുടെ കൈകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതൊരു വലിയ വിമാനത്താവളത്തോടുള്ള പേടി കൊണ്ടായിരുന്നില്ല, മറിച്ച് തൻ്റെ കൂടെ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരൻ്റെ സാന്നിധ്യം കൊണ്ടായിരുന്നു. നാട്ടിൽ വെച്ച് വെറുമൊരു അപരിചിതനെ പോലെ മാത്രം കണ്ടിരുന്ന ആയുഷ്, അധികം സംസാരിക്കാത്ത ബിസിനസ്സുകാരുടെ കൃത്യതയുള്ള ഒരാൾ. വരും ദിവസങ്ങളിൽ തൻ്റെ ഒരേ ഒരു കൂട്ട് ഇയാളാണെന്ന ചിന്ത അവളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഇമിഗ്രേഷൻ ഓഫീസറുടെ മുന്നിലെത്തി. ഓഫീസർ ആയുഷിന്റെ പാസ്പോർട്ടും വിസയും പരിശോധിച്ച ശേഷം അലിയുടെ മുഖത്തേക്ക് നോക്കി. എന്താണ് യാത്രയുടെ ലക്ഷ്യം? ഓഫീസർ യാന്ത്രികമായി ചോദിച്ചു. ടൂറിസം, മാലിദ്വീപ്. ആയുഷ് ഒട്ടും പതറാതെ മറുപടി നൽകി. അലിയുടെ ഹൃദയമിടിപ്പ് ആ സമയത്ത് കൂടി. കാരണം അവരുടെ കയ്യിലുള്ള റിസോർട്ട് ബുക്കിങ്ങും ഹണിമൂൺ പാക്കേജും നിഖിലിൻ്റെയും അനാമികയുടെയും പേരിലാണ്. ഒരു പക്ഷേ ഓഫീസർ അവിടുത്തെ ഹോട്ടൽ ബുക്കിംഗ് രേഖകൾ ചോദിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? പക്ഷേ ഭാഗ്യത്തിന് പാസ്പോർട്ടും ഫ്ലൈറ്റ് ടിക്കറ്റും മാത്രം പരിശോധിച്ച് ഓഫീസർ അവരുടെ പാസ്പോർട്ടിൽ സീൽ പതിപ്പിച്ചു. സുരക്ഷാ പരിശോധനകളെല്ലാം കഴിഞ്ഞ് അവർ ഡീപ്പാച്ചർ ഗേറ്റിലേക്ക് നടന്നു. വിമാനത്തിലേക്ക് കയറാൻ ഇനിയും 1/2 മണിക്കൂർ സമയമുണ്ട്. ഒരു കാപ്പി കുടിച്ചാലോ? ഉറക്കം പൂർണ്ണമായി മാറിയിട്ടില്ല. ആയിഷ അല്ലിയെ നോക്കി ചോദിച്ചു. എനിക്ക് വേണ്ട, ആയിഷ കുടിച്ചോളൂ. അല്ലി വളരെ പതുക്കെ മറുപടി നൽകി. യാത്രയിലുടനീളം ഇങ്ങനെ മൗനമായിരുന്നാൽ ബുദ്ധിമുട്ടാകുമല്ലേ? വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് നമ്മൾ ഈ യാത്രയ്ക്ക് ഇറങ്ങിയതെന്ന കാര്യം എനിക്കും അറിയാം. പക്ഷേ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുകയേ ഇനി വഴിയുള്ളൂ. കുറച്ച് കാപ്പി കുടിച്ചാൽ മനസ്സ് കുറച്ചുകൂടി ശാന്താകും. ആയിഷ അത്രയും പറഞ്ഞിട്ട് ഒരു കഫേയിലേക്ക് നടന്നു. അല്ലി അവിടെ ഉണ്ടായിരുന്ന ഒരു കസാരയിലേക്ക് ഇരുന്നു. ആയിഷ പറഞ്ഞത് ശരിയാണ്. ഇതൊരു വലിയ ബിസിനസ് നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി അച്ഛന്മാർ എടുത്ത തീരുമാനമാണ്. പക്ഷേ അനുസരിക്കാൻ താൻ കാണിച്ച ആവേശം ഇപ്പോൾ ഒരു ഭാരമായി മാറുന്നുണ്ടോ? അവൾ ഫോൺ എടുത്ത് അമ്മയെ വിളിക്കാൻ നോക്കി. എന്നാൽ സമയം പുലർച്ചെ 4:30 ആയതുകൊണ്ട് അമ്മ ഉറങ്ങുകയായിരിക്കുമെന്ന് കരുതി അവൾ ഫോൺ തിരികെ പോക്കറ്റിൽ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആയുഷ് 2 പേപ്പർ കപ്പുകളിൽ ചൂടുള്ള കാപ്പിയുമായി വന്നു. ഒരു കപ്പ് അവൻ അല്ലിക്ക് നേരെ നീട്ടി. ഇത്തവണ അവൾ അത് നിരസിച്ചില്ല. കാപ്പിയുടെ കയ്പും ചൂടും അവളുടെ തൊണ്ടയിലൂടെ ഇറങ്ങിയപ്പോൾ വല്ലാത്തൊരാശ്വാസം തോന്നി. ആനിക്കിപ്പോ എങ്ങനെ ഉണ്ടാവും ആയുഷ്? അല്ലി പതുക്കെ ചോദിച്ചു. ഫുഡ് പോയിസൺ അല്ലേ? ട്രിപ്പിട്ട സ്ഥിതിക്ക് നാളെ ആകുമ്പോഴേക്കും അവൾ പൂർണ്ണ ആരോഗ്യവതിയാകും. പിന്നെ നിഖിൽ കൂടെ ഉണ്ടല്ലോ. നമ്മൾ അവിടെ എത്തിയാലുടൻ അവളെ ഫോണിൽ വിളിക്കാം. ആയുഷ് ഫോണിൽ സമയം നോക്കിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് അവിടെ ഫ്ലൈറ്റിന്റെ അനൗൺസ്മെന്റ് മുഴങ്ങി. ശ്രദ്ധിക്കുക, കൊച്ചിയിൽ നിന്നും മാലിയിലേക്കുള്ള വിമാനം QR 402 ബോർഡിംഗ് ആരംഭിച്ചിരിക്കുന്നു. അവർ രണ്ടുപേരും എഴുന്നേറ്റ് വിമാനത്തിലേക്ക് നീളുന്ന ആ നീണ്ട വരിയിലേക്ക് നടന്നു.
വിമാനത്തിൻ്റെ വാതിൽക്കൽ വെച്ച് എയർ ഹോസ്റ്റസ് അവരെ പുഞ്ചിരിയോടെ സ്വീകരിച്ചു. അവരുടെ സീറ്റുകൾ വിമാനത്തിൻ്റെ മധ്യഭാഗത്തായിരുന്നു. ഒരു വിൻഡോ സീറ്റും അതിൻ്റെ തൊട്ടടുത്ത സീറ്റും. അല്ലി ജനലിനരികിലുള്ള സീറ്റിലേക്കിരുന്നു. ആയിഷ് അവളെ തൊട്ടടുത്ത സീറ്റിലും. വിമാനം പതുക്കെ റൺവേയിലൂടെ നീങ്ങാൻ തുടങ്ങിയപ്പോൾ അല്ലി കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. അവളുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ യാത്ര സുരക്ഷിതമായി അവസാനിക്കണേ എന്ന്. വിമാനം ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയപ്പോൾ ജനാലയിലൂടെ അല്ലി പുറത്തേക്ക് നോക്കി. താഴെ കൊച്ചി നഗരത്തിലെ വിളക്കുകൾ ചെറിയ നക്ഷത്രപ്പൊട്ടുകൾ പോലെ അകന്നു പോകുന്നത് അവൾ കണ്ടു. വലിപ്പമേറിയ മേഘക്കൂട്ടങ്ങൾക്കിടയിലൂടെ വിമാനം പറന്നുയർന്നപ്പോൾ നേരം പതുക്കെ വെളുക്കാൻ തുടങ്ങിയിരുന്നു. ആകാശത്തിന് മുകളിൽ സ്വർണ്ണ നിറത്തിലുള്ള സൂര്യപ്രകാശം പടരുന്നത് വിസ്മയത്തോടെയാണ് അവൾ നോക്കി നിന്നത്. തൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് അവൾ ഒരു വിമാനയാത്ര ചെയ്യുന്നത്. ആ അത്ഭുതം അവളുടെ കണ്ണുകളിൽ പ്രകടമായിരുന്നു. തൊട്ടടുത്തിരുന്ന ആയിഷ് തൻ്റെ ഐപാഡ് എടുത്ത് കമ്പനിയുടെ ഏതോ പ്രൊജക്റ്റ് ഫയലുകൾ പരിശോധിക്കുകയായിരുന്നു. എന്നാൽ ഇടം കണ്ണിലൂടെ അവൻ ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അല്ലിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകമുണ്ടായിരുന്നു. നാട്ടിൽ കോളേജ് പ്രൊഫസറായി ഗൗരവത്തിൽ നടക്കുന്ന അല്ലി അല്ല ഇത് എന്ന് അവന് തോന്നി. ഏകദേശം 2-2.5 മണിക്കൂറുകളോളം നീണ്ട യാത്രയ്ക്കൊടുവിൽ പൈലറ്റിന്റെ അനൗൺസ്മെന്റ് കേട്ടു. നമ്മൾ ഉടൻ തന്നെ മാലിദ്വീപിലെ വലാന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങാൻ പോവുകയാണ്. താഴെ മനോഹരമായ ദ്വീപുകളുടെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. അല്ലി വീണ്ടും ജനാലയിലൂടെ താഴേക്ക് നോക്കി. അവൾ കണ്ട കാഴ്ച അവളെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. നീലക്കടലിന് നടുവിൽ പച്ചയും വെള്ളയും കലർന്ന ചെറിയ മുത്തുകൾ വിതറിയതുപോലെ 100 കണക്കിന് കുഞ്ഞു ദ്വീപുകൾ. കടലിന്റെ നിറം ചിലയിടങ്ങളിൽ കടും നീലയും ദ്വീപുകളോട് അടുക്കുമ്പോൾ ഇളം പച്ചയുമായി മാറുന്നത് കാണാൻ വല്ലാത്തൊരു ഭംഗിയായിരുന്നു. വിമാനം പതുക്കെ വലാന എയർപോർട്ടിന്റെ റൺവേയിൽ ലാൻഡ് ചെയ്തു. വിമാനത്തിന്റെ വാതിലുകൾ തുറന്നപ്പോൾ അകത്തേക്ക് അടിച്ചു കയറിയത് കടൽക്കാറ്റിന്റെ നേർത്തുപ്പുരസമുള്ള ചൂടായിരുന്നു. അവർ പുറത്തിറങ്ങി എയർപോർട്ടിന് പുറത്തുള്ള വാട്ടർ ടെർമിനലിലേക്ക് നടന്നു. മാലിദ്വീപിൽ ഒരു ദ്വീപിൽ നിന്നും മറ്റൊരു ദ്വീപിലേക്ക് പോകാൻ റോഡുകളില്ല. പകരം സ്പീഡ് ബോട്ടുകളോ സീ പ്ലെയിനുകളോ ആണ് ഉപയോഗിക്കുന്നത്. തങ്ങളുടെ റിസോർട്ടിന്റെ പേരെഴുതിയ ബോർഡുമായി നിൽക്കുന്ന ഒരു ഗൈഡിന്റെ അരികിലേക്ക് ആയിഷ് നടന്നു ചെന്നു. ആയിഷ് ബുക്കിംഗ് രേഖകൾ കാണിച്ചപ്പോൾ അയാൾ അവരെ ഒരു ആഡംബര സ്പീഡ് ബോട്ടിലേക്ക് നയിച്ചു. ബോട്ടിൽ കയറിയപ്പോൾ അല്ലി ആകെ പേടിച്ചു പോയി. വലിയ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് ബോട്ട് അതിവേഗം മുന്നോട്ട് പാഞ്ഞു. ഓരോ തവണയും ബോട്ട് തിരമാലകൾ തട്ടി ഉയർന്ന് താഴുമ്പോൾ അല്ലി അറിയാതെ കസാരയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. പേടിക്കേണ്ടല്ലി, ഇതൊക്കെ ഇവിടുത്തെ സാധാരണ യാത്രകളാണ്. ആ കാഴ്ചകളിലേക്ക് നോക്കൂ. ആയിഷ അവളുടെ അരികിലേക്ക് അല്പം നീങ്ങിയിരുന്ന് ധൈര്യം നൽകി. ബോട്ടിന്റെ ജനാലയിലൂടെ നോക്കുമ്പോൾ അനന്തമായി പരന്നു കിടക്കുന്ന നീലക്കടൽ മാത്രം. ഏകദേശം 40 മിനിറ്റിലെ ബോട്ട് യാത്രയ്ക്ക് ശേഷം ദൂരെ അവിടെ റിസോർട്ട് ദൃശ്യമായി. ദി ഓഷ്യൻ പാരഡൈസ് വാട്ടർ വില്ല. കടലിന് നടുവിലേക്ക് നീണ്ടു നിൽക്കുന്ന മരപ്പാലങ്ങളും അതിനിരുവശത്തുമായി നിർമ്മിച്ച മനോഹരമായ വാട്ടർ വില്ലകളും തെങ്ങുകളും വെള്ളമണൽ നിറഞ്ഞ ബീച്ചും ആ സ്ഥലത്തെ ഒരു സ്വർഗമാക്കി മാറ്റിയിരുന്നു. ബോട്ട് ജെട്ടിയിൽ അടുത്തപ്പോൾ റിസോർട്ട് ജീവനക്കാർ അവരെ ഡ്രംസ് വായിച്ച് സ്വീകരിച്ചു. അവർക്ക് കുടിക്കാൻ സ്വാദിഷ്ടമായ കരിക്കിൻ വെള്ളം നൽകി. ആയിഷ നേരെ റിസപ്ഷനിലേക്ക് നടന്നു. റിസപ്ഷനിലിരുന്ന വിദേശിയായ പെൺകുട്ടി പുഞ്ചിരിയോടെ ചോദിച്ചു, വെൽക്കം ടു ഓഷ്യൻ പാരഡൈസ് സർ. നിങ്ങളുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ്? ആയിഷ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ നീട്ടി. ബുക്കിംഗ് നെയിം നിഖിൽ മാധവൻ ആൻഡ് അനാമിക രാഘവൻ. ആ പെൺകുട്ടി കമ്പ്യൂട്ടറിൽ പരിശോധിച്ച ശേഷം പറഞ്ഞു, ഓ യെസ് സർ, മിസ്റ്റർ നിഖിൽ ആൻഡ് മിസ്സിസ് അനാമിക, യുവർ ഹണിമൂൺ പാക്കേജ് ഈസ് റെഡി. വില്ല നമ്പർ 204. ദാ നിങ്ങളുടെ കീകൾ. അവൾ 2 കാർഡുകൾ ആയിഷിന്റെ കൈകളിൽ കൊടുത്തു. ആയിഷ് പതുക്കെ അല്ലിയെ നോക്കി. അല്ലിയുടെ മുഖം ആകെ വിളറിയിരുന്നു. കാരണം ആ പെൺകുട്ടി തങ്ങളെ വിളിച്ചത് ഭാര്യയും ഭർത്താവുമായിട്ടാണ്.
ഇനി വരാൻ പോകുന്നത് അതിലും വലിയൊരു പ്രതിസന്ധിയാണ് എന്ന് അവർക്ക് മനസ്സിലായി. ആഡംബരപൂർണമായ ആ ഹണിമൂൺ വില്ലയിൽ ഒരൊറ്റ മുറിയും ഒരൊറ്റ വലിയ ബെഡും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. റിസോർട്ടിന്റെ ഒരു വലിയ ഇലക്ട്രിക് വണ്ടിയിലാണ് അവർ തങ്ങളുടെ വില്ലയിലേക്ക് പോയത്. മരപ്പാലത്തിലൂടെ വണ്ടി നീങ്ങുമ്പോൾ താഴെ തെളിഞ്ഞ വെള്ളത്തിൽ നീന്തി നടക്കുന്ന ചെറിയ മീനുകളെ കാണാമായിരുന്നു. വില്ല നമ്പർ 204 മുന്നിൽ വണ്ടി നിന്നു. ജീവനക്കാരൻ അവരുടെ ബാഗുകൾ ഉള്ളിൽ കൊണ്ടുവച്ച ശേഷം സലാം പറഞ്ഞു മടങ്ങി. വാതിൽ അടഞ്ഞതും ആ വലിയ വില്ലയിൽ ആയിഷും അല്ലിയും മാത്രമായി. വില്ലയുടെ ഒരു വശം പൂർണ്ണമായും ഗ്ലാസ് ജനാലകളായിരുന്നു. അതിലൂടെ നോക്കിയാൽ അനന്തമായ കടൽ മാത്രം. മുറിയുടെ നടുവിലായി റോസാപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച വലിയൊരു കിങ് സൈസ് ബെഡ് ഉണ്ടായിരുന്നു. അതിന് മുകളിൽ ടവലുകൾ കൊണ്ട് 2 ഹംസങ്ങളുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വില്ലയ്ക്ക് പുറത്ത് ഒരു സ്വകാര്യ സ്വിമ്മിംഗ് പൂളും അതിൽ നിന്നും നേരിട്ട് കടലിലേക്ക് ഇറങ്ങാനുള്ള ഗോവണിയും ഉണ്ടായിരുന്നു. ഒരു യഥാർത്ഥ ഹണിമൂൺ ദമ്പതികൾക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിലും അപ്പുറമുള്ള സൗകര്യങ്ങൾ. പക്ഷേ ആയിഷിനും മല്ലിക്കും അത് വലിയൊരു കെണിയായിട്ടാണ് തോന്നിയത്. അല്ലി ബാഗ് ഒരു വശത്ത് വെച്ച് ജനാലയ്ക്കരികിൽ പറ്റിയ തൊണ്ടയോടെ നിന്നു. ആയിഷ കോട്ടഴിച്ച് കസാരയിലേക്കിട്ടു. മുറിയിൽ ആ നിശബ്ദത വല്ലാതെ നീണ്ടുപോയി. അല്ലി, ആയിഷ പതുക്കെ വിളിച്ചു. സാഹചര്യം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഇവിടെ വേറെ മുറികളൊന്നുമില്ല. നമുക്ക് ഈ വില്ലയിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ടി വരും. പക്ഷേ നീ ഒട്ടും ഭയപ്പെടേണ്ട. ഞാൻ നിന്റെ അതിർവരമ്പുകളെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അല്ലി തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളിൽ നേർത്തൊരു നനവുണ്ടായിരുന്നു. എനിക്ക് ആയിഷിന് വിശ്വാസമാണ്. പക്ഷേ ഈ മുറിയും ഈ അന്തരീക്ഷവും എന്നെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നു. എൻ്റെ അനിയത്തി കിടക്കേണ്ടിയിരുന്ന ഈ സ്ഥാനത്ത് ഞാനിപ്പോൾ നിൽക്കുന്നു എന്ന ചിന്ത എന്നെ വേട്ടയാടുന്നു. ആയിഷ പതുക്കെ അവളുടെ അരികിലേക്ക് നടന്നു ചെന്നു. എനിക്കും അങ്ങനെ തന്നെയാണല്ലേ. നിഖിലിൻ്റെ സ്ഥാനത്താണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഈ 3 ദിവസങ്ങൾ നമ്മളിവിടെ ജീവിച്ചേ തീരൂ. നീ ഈ ബെഡിൽ കിടന്നോളൂ. ഞാൻ അപ്പുറത്തുള്ള ആ വലിയ സോഫയിൽ കിടന്നോളാം. നമുക്കിടയിൽ ഒരു ചേട്ടനും അനിയത്തിയും തമ്മിലുള്ള ബഹുമാനം എപ്പോഴും ഉണ്ടാവും. ആയിഷിൻ്റെ ആ വാക്കുകൾ അല്ലിയുടെ മനസ്സിലെ വലിയൊരു ഭയം മാറ്റിമറച്ചു. ഒരു ബിസിനസ്സുകാരൻ്റെ കർക്കശത്തിനപ്പുറം അവൻ എത്രമാത്രം മാന്യനാണെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. പെട്ടെന്നാണ് അല്ലിയുടെ ഫോൺ ശബ്ദിച്ചത്. നാട്ടിൽ നിന്നും അമ്മയായിരുന്നു അത്. അല്ലി വേഗത്തിൽ ഫോൺ എടുത്തു. മോളെ, നിങ്ങൾ അവിടെ എത്തിയോ? ആനയ്ക്കിപ്പോൾ കുറച്ച് ഭേദമുണ്ട്. ട്രിപ്പൊക്കെ മാറ്റി. അമ്മയുടെ ശബ്ദത്തിൽ ആശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്തി അമ്മേ. നല്ല റിസോർട്ടാണ്. ആനയൊന്ന് ഫോണിൽ തരുമോ? അല്ലി ചോദിച്ചു. ഫോണിൻ്റെ മറുതലക്കൽ ആനയുടെ ക്ഷീണിച്ച ശബ്ദം കേട്ടു. ചേച്ചി, വിഷമിക്കേണ്ട കേട്ടോ. എനിക്ക് വേണ്ടി നിങ്ങൾ അവിടെ നന്നായി ആസ്വദിക്കുക. നിഖിൽ പറഞ്ഞു അവിടെ നല്ല ഭംഗിയുണ്ടെന്ന്. അനിയത്തിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അല്ലിയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ തറയിലേക്ക് വീണു. താനിവിടെ നേരിടുന്ന മാനസിക സംഘർഷം നാട്ടിലുള്ള ആരും അറിയുന്നില്ലല്ലോ എന്നവൾ ഓർത്തു. ഫോൺ വെച്ച ശേഷം അല്ലി ജനാലയിലൂടെ പുറത്തെ കടലിലേക്ക് നോക്കി. ആകാശം പതുക്കെ കറുക്കാൻ തുടങ്ങിയിരുന്നു. കടലിലെ തിരമാലകളുടെ ശബ്ദം വില്ലയ്ക്കുള്ളിലേക്ക് കേൾക്കാമായിരുന്നു. അപരിചിതമായ ആ തീരത്ത് അപരിചിതനായ ആയിഷിനൊപ്പം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നീണ്ട രാത്രി ആരംഭിക്കാൻ പോവുകയാണെന്ന് അവൾ ഉറപ്പിച്ചു. ഇത് നമ്മുടെ സ്റ്റോറിയുടെ 2ാമത്തെ പാർട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള സ്റ്റോറീസ് ഇനിയും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.